ഹലോ, ഇറ്റ്സ് മീ ഗ്രൂപ്പ് സാർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാഹുവിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ യാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള കുറച്ച് നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് ചതയം, വിശാഖം, 3 പൂയ, ഈ 3 നക്ഷത്രമാണ്. പക്ഷേ ഇതിൽ കൂടുതലും കണക്റ്റ് ആവുന്ന ചതയത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ യാഹുവിനെ പറ്റി ഞാൻ പറയുന്നത് തല തെറിച്ചവൻ, ഇല്ലെങ്കിൽ കള്ളന് കഞ്ഞി വെച്ചവൻ, പിന്നെ പുഹമറ എന്നൊക്കെയാണ് ഇനി ഭൂമിക്കാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഇതൊരു പ്രത്യേക ഗ്രഹമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇപ്പം ചൊവ്വയ്ക്ക് പോലും ചെറിയ എത്തിക്സ് ഉണ്ട്. ഇപ്പം എത്ര വലിയ ഗുണ്ടയായാലും എത്ര വലിയ ക്രിമിനലായാലും അപ്പോൾ അവർക്ക് അവരുടെ എത്തിക്സും കാര്യങ്ങളും അതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അവരുടെ നിയമങ്ങളുണ്ട്, അവർക്ക് അവരുടെ ബൗണ്ടറി ഉണ്ട്. പക്ഷേ രാഹുവിന് അങ്ങനെയല്ല. ഒരു ബൗണ്ടറിയും ഇല്ല, ഒരു ലിമിറ്റേഷനും ഇല്ല, ഒരു നിയമങ്ങളും ഇല്ല, ഒന്നുമില്ല. അവർ റൂൾ ബ്രേക്കറാണ്. ഇതാണ് ചിന്തിക്കാനുള്ളത്. റൂൾ ബ്രേക്കറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, റൂൾ ബ്രേക്കറാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ പറയുന്ന പോലെ ചില മെഴുകുതിരി കത്തിച്ച് നമ്മളെ വീട്ടിൽ നാട്ടിലൊക്കെ വയ്ക്കുന്ന സമയത്ത് ചില ഈയാമ്പാക്കിയുള്ള ചില ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ, ഈ മെഴുകുതിരി വന്നങ്ങ് ചേർന്ന് കയറി കൊടുക്കും. അവസാനം കത്തിക്കഴിഞ്ഞ് മൂഞ്ചി തെറ്റിയിരിക്കും. ഇതാണ് അവസ്ഥ. ഇതിനെയാണ് പറയുന്നത് യാഹു എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതിനെയാണ് യാഹു എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ധൈര്യമാണ്, അസാമാന്യമായ ധൈര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ചെറിയ പ്രാണികളുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ പ്രാണികൾ ഈ തീയിൽ ചെന്ന് ചാടി കൊടുക്കുന്ന പോലെ. മനസ്സിലായില്ലേ? കാരണം ആ പ്രാണികൾക്ക് അറിയില്ല, പ്രാണികൾക്ക് ധൈര്യമുണ്ട്. ധൈര്യം ഉണ്ടാവാൻ കാരണം എന്തിനാണ്? അവർ ചിന്തിക്കുന്നില്ല, അവർക്കത് ചിന്തിക്കാനുള്ള ഇതില്ല. അവരെപ്പറ്റി പോലും ചിന്തിക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. ഇല്ലെങ്കിൽ അവിടെ അതാണ് അവരുടെ ശരീരം പോലും അവർ നോക്കുന്നില്ല. അതിനൊരു ബോധേടല്ല. അപ്പോൾ ഒരു കാര്യത്തിനും ബോധേടല്ല. അവർക്ക് ചെയ്യാനുള്ള അവർ ചെയ്യും. മനസ്സിലായില്ലേ? ഇത് അവർക്ക് അപകടം പറ്റുന്നതായാലും അത്രയേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നോക്കാം. എക്സാമ്പിൾ കിരീട സിനിമയ്ക്കകത്ത് ഒരു സീനുണ്ട്. തിലക മോഹൻലാലിൻ്റെ അടുത്ത് പറയും, ഇടാ മോനെ കത്തി താഴെ ഇടാൻ പറയും. അപ്പോൾ മോഹൻലാൽ കത്തി എടുത്ത് താഴെ ഇടും. നമ്മൾ കാണുന്ന പരിപാടിയാണ്. ഇടും. പക്ഷെ രാഹു അങ്ങനെയല്ല. ഓക്കെ, രാഹുവിൻ്റെ സ്വാധീനമാണ് മോഹൻലാലിനുണ്ടെങ്കിൽ ആ സിനിമയ്ക്കകത്ത്, കീട സിനിമയ്ക്കകത്ത് ചൊവ്വയുടെ ഒരു ഇൻഫ്ലുവൻസാണ് കാണിച്ചിരിക്കുന്നത് ആ മോഹൻലാലിൻ്റെ കഥാപാത്രമായിട്ട്. കാരണം ആ ഒരു അഗ്ഗ്രഷൻ, വയലൻസ് അല്ല. അതേ സ്ഥാനത്ത് മോഹൻലാലിൻ്റെ അതേ സ്ഥാനത്ത് തിലകൻ്റെ ഈ മോഹൻലാലിൻ്റെ അതേ സ്ഥാനത്ത് രാഹുവിൻ്റെ ഇൻഫ്ലുവൻസാണ് മോഹൻലാലിനുണ്ടെങ്കിലോ, രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് മോഹൻലാലിനുണ്ടെങ്കിൽ തിലകൻ പറയാണ്, എടാ മോനെ കത്തി താഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഉടനെ കത്തിയും പിടിച്ച് കഴിഞ്ഞ് തിലകനെയും കുത്തി കുടല വെളിയെടുത്തിട്ട് സ്വന്തം തലനെ കുത്തി മലത്തി ഇട്ടിട്ട് പോകും. അങ്ങനെ ആ കീട പടം അവസാനിക്കും. രാഹുവിൻ്റെ സ്വാധീനമാണ് മോഹൻലാലിനുണ്ടെങ്കിൽ. കാരണം അതാണ് അൺലിമിറ്റഡാണ്, റൂൾ ബ്രേക്കറാണ്. ഇവർക്ക് പ്രത്യേകിച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു നിയമവും ഇല്ല. ഡേഞ്ചറാണ്, സൂക്ഷിക്കണം. ചൊവ്വയെക്കാട്ടും ഡേഞ്ചറാണ് രാഹു എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ സാധാരണ ചൊവ്വയ്ക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ട്. അവരടുത്ത് എന്ത് ചെയ്യുമെന്നറിയാം. പക്ഷേ രാഹു അങ്ങനെയല്ല. രാഹു എന്ത് ചെയ്യുമെന്നൊന്നും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ നോക്കാനുള്ളത്, രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളിനെ നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം സൂര്യനെയാണ് ഈ പ്ലാനറ്റിൽ ഏറ്റവും വലിയ ഡൊമിനേറ്റിംഗ്, കൺട്രോളിംഗ് ആയിട്ടുള്ള ഗ്രഹം. ചൊവ്വയെപ്പോലും മനസ്സിലായില്ലേ? സൂര്യനാണ്. അപ്പോൾ 6th ഹൗസിൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ പവർഫുൾ ആണെന്ന് എല്ലാവരും പറയും. അതേപോലെ സൂര്യൻ എവിടെ നിൽക്കും, പ്രത്യേകിച്ച് 3ാം ഭാവത്തിലും 2ാം ഭാവത്തിലൊക്കെ സൂര്യനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതും നല്ല പവർഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെയാണ് സൂര്യൻ്റെ. പിന്നെ 10ാം ഭാവത്തിലും അതേപോലെ പല പല ഭാവങ്ങളിലും സൂര്യൻ നല്ലതായിരിക്കും. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം. സൂര്യനെ ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റും. സൂര്യനെക്കാട്ടും ഡേഞ്ചർ എന്ന് സൂര്യനെ ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റും, ഓക്കെയാണ്. പക്ഷേ രാഹുവും കേതുവും അങ്ങനെയൊന്നും അല്ല. അവരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകപടലം പോലെയാണ്, കറുത്ത പുകപടലം പോലെയാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ, ഒരു കോളേജിൽ അധ്യാപകനുണ്ട്. ഈ അധ്യാപകൻ എല്ലാ കുട്ടികളെയും ഒരേപോലെ ലീഡ് ചെയ്യുന്നുണ്ട്. അവരെ ഒന്ന് അടിച്ചമർത്തി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ രാഹുവിൻ്റെ സ്വാധീനമുള്ള ഒരു കുട്ടിയെ ആ അധ്യാപകന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹു എന്ന് പറയുന്നത് പുകപടലം പോലെയാണ്. ഇവരെ ആർക്കും അറിയാൻ പറ്റത്തില്ല. ഇതാണ് കാര്യം.
പിന്നെ ഇതേ കുട്ടി തന്നെ, ഈ രാഹുവിൻ്റെ സ്വാധീനമുള്ള ഇതേ കുട്ടി തന്നെ കൃത്യമായിട്ട് കോളേജിലോ സ്കൂളിലോ വന്നാൽ മാത്രമേ ഇവൻ ആരാണ് എന്താണെന്ന് അറിയാൻ പറ്റൂ. ഇല്ലെങ്കിൽ തന്നെ ഇതേ കുട്ടി ആ സാറിൻ്റെ കൺമുമ്പിൽ പെട്ടാൽ മാത്രമേ ഇവനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതും അല്ലെങ്കിൽ ഇതേ കുട്ടിക്ക് ഇപ്പോൾ സാറിപ്പോൾ ചൂചലുകൊണ്ട് അടിക്കാൻ വരികയാണെങ്കിൽ എനിക്ക് വയ്യ, എനിക്ക് തല ഇറക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരും. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. രാഹുവിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് കാര്യം. കാരണം ഇവരെ അങ്ങനെ പെട്ടെന്ന് പുഹമറ പോലെയാണ്. ഇവർക്ക് ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ആളെ പേഷ്യൻസ് നഷ്ടപ്പെടും. ഭയങ്കര വയലൻസും ദേഷ്യവും ഭയങ്കര ഇതാവും. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. പുഹമറ പോലെയാണ്. കണ്ണിപ്പൊടിയിട്ടിട്ട് ഓടിക്കളയും. എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. സൂര്യന് കൃത്യമായി കാണാൻ പറ്റിയതല്ലേ മനസ്സിലായി. അതാണ് കാര്യം. അപ്പോൾ ഇതാണ് ഈ ഒരു രാഹു സണ്ണ് തമ്മിലുള്ളൊരു എന്തോന്നാണ് കണക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഞാൻ പറയണത് ഇതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം എന്താണിതെന്ന്, കേട്ടോ. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവണമെന്ന് ഇവർക്കറിയാം. എക്സാമ്പിൾ ഞാൻ നോക്കിയാണെങ്കിൽ നമ്മളെ ഈ പറഞ്ഞ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നമ്മൾ നോക്കിയാൽ മതി. ഈ കേസ് പോലീസുകാർ തലകുത്തി മറിഞ്ഞ് പഠിച്ച പണി 18 നോക്കി. ദൃശ്യം 2 ആണെങ്കിൽ ഈ പറയുന്ന പോലെ വേറെ പോലീസ് സ്പൈ വർക്ക് നടത്തി വീട്ടിൽ. എന്നിട്ടും ജോർജ് കുട്ടിയെ പിടിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് കുട്ടിക്ക് എങ്ങനെയാണ് അതാണ് രാഹു എന്ന് പറഞ്ഞാൽ മൊത്തം ഇതാണ് ഇല്യൂഷനാണ്. മൊത്തം ഇല്യൂഷൻ ഉണ്ടാക്കും, കൺഫ്യൂഷൻ അടുപ്പിക്കും. ഇതാണ് രാഹുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാം അവിടുത്തെ ഓഫീസേഴ്സ് എല്ലാം ചത്ത് മലന്ന് പണിയെടുത്ത് ഇവർ ഈ കേസിൽ ജോർജ് കുട്ടി എവിടെയാണ് ആ ബോഡി ഒളിപ്പിച്ച് വെച്ചതെന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ കിട്ടുന്നില്ല. ഇതാണ് കാര്യം, കിട്ടുന്നേ ഇല്ല. ഇങ്ങനെയാണ് കഥ പോകുന്നത് തന്നെ. ഇതാണ്. അപ്പോൾ ജോർജ് കുട്ടി എങ്ങനെയാണ് ആ കഥാപാത്രത്തിൽ നിൽക്കുക, അതുപോലെയാണ് രാഹുൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കേസിനെ, ഒരു പ്രശ്നം വരുമ്പോൾ അതിന് സൊല്യൂഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ. ഇത് മാത്രമല്ല, വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കണ്ണ് വെട്ടിച്ചാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എക്സാമ്പിൾ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ മുമ്പിൽ പല ഉടായ്പകളും നടക്കും. പല ഉടായ്പകളും ചില ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ആർക്കും ഇത് ആരാണ് ചെയ്തതെന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ ഇവർക്കത് മനസ്സിലാവും പെട്ടെന്ന്. ഇവർക്ക് പെട്ടെന്നൊരു മനസ്സിൽ ഇൻറ്റൻഷൻ കിട്ടും, ഇവനാണ് ചെയ്തതെന്ന് മനസ്സിലാവും. കാരണം ഇവരുടെ ചിന്ത അങ്ങനെയാണ്. അഡാപ്റ്റബിലിറ്റിയാണ് ഇവിടെ മെയിൻ ഐറ്റം. ഇവരെ കൊണ്ടൊരു കേസ് അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആദ്യം ഇവർ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കള്ളൻ എങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഒരു കൊലപാതകി എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതുപോലെ ഇവർ ചിന്തിക്കും. മനസ്സിലായി? അതുപോലെ തന്നെയാണ് ഇവരെ കണ്ണ് വെട്ടിച്ചാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫുള്ള് ഒബ്സർവ്ഡ് ആയിരിക്കും ഇവർ. ഇതാണ് കാര്യം. കാരണം അങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത് ഇതാണ്. ഓക്കെ. ഇനി അതുമാത്രമല്ല, എവിടെ അഡാപ്റ്റബിലിറ്റിയാണ് ഇവിടെ മെയിൻ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ക്രൈം അന്വേഷിക്കുന്ന പോലെ കാര്യം ഒരു ആ ഒരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ എടുത്തൊരു കാര്യം സംസാരിക്കുന്നു, ഉടനെ ഷിഫ്റ്റ് ആകും. ഒരാളിപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് നിന്ന് ഒരാൾ ഒരു കാര്യം പറയുകയാണെന്ന് വിചാരിക്കുക. ഇവരെന്തോന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ആവും. മനസ്സിലായില്ലേ? അതേ മിററിങ് എഫക്റ്റ് ആയിരിക്കും. ആ വ്യക്തി എങ്ങനെ, അയാളുടെ സൈക്കോളജി, അയാളുടെ ഇൻട്രസ്റ്റ്, അയാളെ എങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അയാൾ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള അഡാപ്റ്റബിലിറ്റിയാണ്. സ്ഥലം അനുസരിച്ച് ഇവിടെ അഡാപ്റ്റബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഏതാളെ കൂടെ എവിടെ കൊണ്ട് ഇട്ടാൽ ആദ്യമായിട്ട് അഡാപ്റ്റ് ആവും. മനസ്സിലായില്ലേ? ഒരു കൊലപാതകി അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ, ഒരു പിച്ചക്കാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ, അപ്പോൾ ഒരു പണക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ അങ്ങനെ. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഇതൊന്നുമില്ല. എവിടെ പോലും ഒരു അഡാപ്റ്റ് ആവും. അതാണ് കാര്യം, ഇവിടെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ. മനസ്സിലായില്ലേ? അത് എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റിയാണ് ഇവിടുത്തെ. പിന്നീടെന്ന് പറഞ്ഞ് ഇവർക്ക് ഇമോഷൻസും കാര്യങ്ങളൊക്കെ സാധാരണ മനുഷ്യന്മാരൊക്കെ പോലെ തന്നെയാണ്. വേറെ വിഷയമൊന്നുമില്ല. ഇവർ അങ്ങനെ മോശമൊക്കെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം,
ഈ നക്ഷത്രക്കാർക്ക് 3 പേർക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവരും ഇതുപോലെയാണെന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലായി? 27 നക്ഷത്രക്കാർക്കും ഇതേപ്പെട്ട സ്വഭാവങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മളൊരു പൊതു ജനറൽ അനലിറ്റിക്സ് വെച്ച് പറയുകയാണ്. ഈ നക്ഷത്രങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുന്നുണ്ട്. ഈ നക്ഷത്രത്തിലാണ് ഇതുപോലത്തുള്ള ആൾക്കാർ കൂടുന്നത് എന്നും പറഞ്ഞ് ജസ്റ്റ് ചെറിയൊരു അനലിറ്റിക്സ് മാത്രമാണ്. ചിലപ്പോൾ ഈ പറയുന്നതിൽ 1% പോലും ഈ ഒരു നക്ഷത്രക്കാരിൽ നിങ്ങൾക്ക് പ്രകടമാകത്തില്ല. അത് ഗ്രഹങ്ങളാണല്ലോ. നമ്മൾ അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എല്ലാം അറിഞ്ഞാൽ മതി. ജനിച്ച സ്ഥലവും എല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്കതൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എല്ലാം നോക്കണം. നോക്കിയാൽ മാത്രമേ ഇതൊക്കെ കൃത്യമായി കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരിക്കലും കൺഫേം ചെയ്യുന്നില്ല. ഓക്കെ, 100-ൽ 2% പോലും കൺഫേംഡ് അല്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇത് ജസ്റ്റ് ഒരു ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ റേഡിയേഷനുള്ള നക്ഷത്രങ്ങളാണ് പൂയം, അതേപോലെ വിശാഖ, 3 പറയണത് ചതയം. ഓക്കെ, പിന്നെ വിപ്ലവമായ സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ വിപ്ലവം സൃഷ്ടിക്കാൻ അവരെ കൊണ്ട് പറ്റും, വൈറലാകാൻ പറ്റും. ഇപ്പോൾ ചുമ്മാ ഒരു കാര്യം പറയുന്നതല്ലേ, ഇവിടെ പ്രവൃത്തി തന്നെ ഒരു വൈറൽ മൈൻഡാണ്. ഇപ്പോൾ ഇവരെവിടെ തൊട്ടാലും വൈറലാകും. ഇതാണ് കാര്യം. ഇപ്പോൾ ഒരു കാര്യം ഇടിച്ച് തുറന്ന് പറയുന്നു, ഒരു കാര്യം അങ്ങ് വിളിച്ച് പറയുന്ന സമയത്ത് ഇവർ പറയുന്ന കാര്യത്തിന് മീൻസ് പെട്ടെന്ന് അങ്ങ് ട്രെൻഡിങ് ആവും. അതാണ് കാര്യം. അപ്പോൾ ഇവരെയൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഒടുക്കത്തതാണ്. കാരണം ഇവിടെ മെയിനായിട്ടെന്ന് പറയുന്നത് വെല്ലുവിളിച്ചിട്ട് സംസാരിക്കുക എല്ലാ കാര്യങ്ങളും. വെല്ലുവിളി എന്ന് പറയുന്നത് രാഹുവിൻ്റെ ഇൻഫ്ലുവൻസാണ്. വെല്ലുവിളിക്കുക, ചുമ്മാ കിടന്ന് വെല്ലുവിളിക്കും. നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഏതാണ് കിങ് ലെയർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുള്ള ക്യാരക്ടർ, ദിലീപിൻ്റെ ക്യാരക്ടർ, സത്യനാരായണ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ക്യാരക്ടർ എങ്ങനെയാണോ നിങ്ങൾ രാഹുവിൻ്റെ ക്യാരക്ടറിനെ പറ്റി നിങ്ങൾ പഠിക്കണം, രാഹുവിൻ്റെ സൈക്കോളജി, രാഹുവിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ ഏത് പടം പോയി കാണണം, ഈ പറയുന്ന പോലെ കിങ് ലെയർ എന്ന് പറഞ്ഞ സിനിമ പോയി കാണണം. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് ദിലീപ് എങ്ങനെയാണ് ആ ദിലീപ് എന്ന് പറയുന്ന ആ പെണ്ണിനെ, ദിലീപിൻ്റെ ലവറിനെ, ആ ദിലീപിൻ്റെ ലൈനിനെ എങ്ങനെയാണ് ദിലീപ് വളയ്ക്കുന്നത്. 100 കൂട്ടം കള്ളത്തരം, 100 കൂട്ടം തെറ്റുധാരണയും, 100 കൂട്ടം കുരുട്ട് ബുദ്ധികളും എല്ലാം ചേർത്താണ് ദിലീപ് അവസാനം അവിടെ കാമുകിയെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പ്രശ്നമില്ല. വികസിക്കും മീൻസ് അത് വർദ്ധിപ്പിക്കും. രാഹു ഇപ്പോൾ ഏത് ഭാഗത്ത് നിന്നാലും അവിടെ കുറച്ച് ആ ഒരു ഹൗസുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെ കുറച്ചും കൂടെ കൂട്ടും. അതാണ് കാര്യം. അപ്പോൾ റിലേഷൻ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര റിലേഷൻ ആയിരിക്കും. പക്ഷേ റിലേഷന് മുമ്പ് സാധാരണ ആൾക്കാർ എന്തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമ്മളെ പയ്യന്മാരൊക്കെ റിയൽ അക്കൗണ്ടിൽ ഇപ്പോൾ പെണ്ണിന് മെസ്സേജ് അയക്കും. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർ പെണ്ണിൻ്റെ അക്കൗണ്ടിൽ ചെന്നിട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിന് ഞാൻ മെസ്സേജ് അയക്കും. എന്നിട്ട് അവരെ സൈക്കോളജി മനസ്സിലാക്കുക. അങ്ങനെ മൊത്തത്തിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റുള്ള പരിപാടികളല്ലേ ഇവർക്കെല്ലാം. അതാണ്. അപ്പോൾ ഇതാണ് കാര്യം. മനസ്സിലായില്ലേ? അൺപ്രഡിക്റ്റബിളാണ് ഇവരുടെ അകത്ത് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് ഇവരൊരു സത്യം നമ്മൾ ചിലവർ കണ്ടിട്ടില്ലേ പറയും, ഈ പാഞ്ഞ പിണ്ടമാണെങ്കിലും ഇവൻ്റെ സംസാരം കണ്ടു കഴിഞ്ഞാൽ ആനയായിട്ട് തോന്നുന്നു. കാര്യമാണ്. ഇപ്പോൾ ആ സിനിമ നമ്മൾ കണ്ടു നോക്കിയാൽ ഈ സത്യനാരായണ കഥാപാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വെറുതെ ഒരു പാവം പിടിച്ച ആളാണ്. ഒരു ചെറിയൊരു കമ്പനിയിൽ ചുമ്മാ ഒരു ചെറിയൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളാണ്. പക്ഷേ ആ കഥാപാത്രത്തിൽ അവനെങ്ങനെയാണ് അവനെ ബാക്കിയുള്ളവർ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്? അവനെന്തോ വലിയ ആനയാണ്, ചേനയാണ്, വലിയ വർമ്മ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ എന്തോ വലിയ സംഭവമാണ്, അവിടുത്തെ എന്തോ കിങ് ആണ്. അപ്പം അംബാനി, അതേപോലെ അത് കാണുമ്പോൾ നമുക്ക് ചിരി വരും. സച്ചിൻ, ഷാറുഖ് ഖാൻ, ഇവരെ കൂടെ ഒക്കെ ഇവിടെ ഫോട്ടോ എടുത്ത്. അപ്പോൾ അതേപോലെ അവിടെ ആ ഒരു സംഭവം അങ്ങനെയാണ്. അപ്പോൾ ഫുള്ളും വ്യാജമായ ഒരു ഇമേജ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ ഇവരെ കൊണ്ട് പറ്റും. എവരെ പറ്റി അത് നല്ലതോ ആവാം, ചീത്തയാവാം, എന്തും ആവാം. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ ആ കിങ് ലെയർ എന്നുള്ള സിനിമയ്ക്കകത്ത് ആ ദിലീപ് ലൈനിനെ സെറ്റാക്കുന്ന രീതി, അതിന് ഒരു കരിയറിൽ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി നുണ പറഞ്ഞ് കള്ളം പറയുന്നതിൻ്റെ കിങ്ങാണ് ഈ രാഹു എന്നൊക്കെ പറയുന്നത്. കള്ളം പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുക, സ്കാമിങ് ചെയ്യുക, കള്ളം പറയുക. അപ്പോൾ ഇവരെ കൂടെ നടക്കുമ്പോൾ
കുറച്ച് സൂക്ഷിക്കണം. എന്നാൽ നല്ലതായിരിക്കും. എല്ലാവരും അങ്ങനെയൊന്നുമല്ല, കുറച്ച് സൂക്ഷിക്കണം, നല്ലതായിരിക്കും. ഇത് 3 വർഷക്കാരില്ലേ, മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. പിന്നെ ഇപ്പം പെട്ടെന്ന് എടുത്തുചാട്ടം കൂടുതലാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങൾക്കും, മനസ്സിലായില്ലേ? എടുത്തുചാട്ടം കൂടുതലാണ്. ഇതും കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പം എക്സാമ്പിൾ യാഹൂ ഇൻഫ്ലുവൻസുള്ള ചില പേജുകളൊക്കെ ഉണ്ട്. മീൻസ് ഈ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട പേജുകൾ. എക്സാമ്പിൾ നാഗം, അതേപോലെ രാഹുൽ. രാഹുൽ എന്നൊന്നും നമ്മൾ പൊതുവെ എല്ലാവരും കേൾക്കുന്ന പേജാണ് രാഹുൽ എന്ന് പറഞ്ഞ പേജ്. ട്രെൻഡിങ് ആണ് ഇവിടുത്തെ കേരളത്തിലായാലും ഇന്ത്യ മുഴുവൻ ട്രെൻഡിങ് ആയിട്ടുള്ള പേരാണ് രാഹുൽ എന്ന് പറഞ്ഞ പേജ്. അതുമാത്രമല്ല നാഗം, നാഗേഷ്, അതേപോലെ ഈ നമ്മളിപ്പോൾ ഹിന്ദു മിത്തോളജി നോക്കിയാലും ക്രിസ്ത്യൻസിലും ബൈബിളിലും എല്ലാത്തിലും ഈ പാമ്പിനെ പാമ്പ് വേറെ ഇതിലൊന്നും വരത്തില്ല, എങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കളിലാണ് കൂടുതൽ വേണം. അപ്പോൾ ഈ പാമ്പുമായി ബന്ധപ്പെട്ട പേജുകളെല്ലാം ഈ യാഹൂ ഇൻഫ്ലുവൻസ് വരും. എക്സാമ്പിൾ നാഗേഷ്, അതേപോലെ അങ്ങനത്തെ ഒരുപാട് പേജുകളുണ്ടല്ലോ. ഇപ്പം അത് അറിയണമെങ്കിൽ ഹിന്ദു മിത്തോളജി മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പാമ്പുകളെ പല പല പേജുകൾ, വാസുകി, അങ്ങനെ പല പല പേജുകളിലോട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ പേജ് തന്നെ കടന്നു പോകുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ട്രാവലിംഗ് ആണ്. ഇവർക്ക് ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടമാണ്. ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാവലിങ്ങുമായി എന്തും ആവാം. ഒരു ട്രാവൽ ഏജൻസിയിൽ ചെറിയൊരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, എന്നാൽ പോലും ട്രാവലിങ്ങുമായിട്ട് ഇവർക്ക് നല്ലതായിരിക്കും. അതുപോലെ ഈ യാഹൂ ഇൻഫ്ലുവൻസ് ഉള്ളത് എന്തോ ചെയ്യണം, ഒരു ലിഫ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ഇപ്പോൾ റോഡിൽ കൂടെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ലിഫ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ലിഫ്റ്റ് കൊടുക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഒരു സാധനം വേറെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുക, ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ബെസ്റ്റാണ് എവിടെ പോയാലും, മനസ്സിലായില്ലേ? ഡ്രൈവിങ്, ഇതെല്ലാം ഇവർക്ക് നല്ലതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ നിങ്ങളാണ് ഒരു സ്ഥലത്ത് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളെ കൂടെയുള്ളവരെയും കൂടെ ട്രീറ്റ് ചെയ്യണം. ഈ ഡ്രൈവർമാർക്ക് നിങ്ങൾ സഹായം ചെയ്യുക, ഓക്കെ? ഇല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ആർക്കെങ്കിലും പാസ്പോർട്ടോ വിസയോ അങ്ങനെ മൊത്തത്തിൽ സ്റ്റക്കായി കിടക്കണം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോം ഫില്ല്, അപ്പോൾ എന്തെങ്കിലും ഫോമുമായി ബന്ധപ്പെട്ട് അതുതന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കണം. ഇപ്പോൾ ഒരാൾക്കൊരു ബസ്, ഇപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല, ഇപ്പോൾ നമ്മുടെ അടുത്ത് ചില വഴി ചോദിക്കുന്നു, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ യാഹൂ പോസിറ്റീവ് ആകും, മനസ്സിലായില്ലേ? അതാണ് കാര്യം. ഇത് ബെസ്റ്റ്. അതുപോലെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ആർക്ക് എന്ത് സഹായം ചെയ്താലും അത് ഇവർക്ക് ഗുണമേ വരത്തുള്ളൂ. അത് ഒരാൾക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കാൻ, ട്രാവൽ ചെയ്യാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തായാലും, ചുമ്മാ വഴി കൂടെ പോണ ആൾക്കാർക്ക് ലിഫ്റ്റ് കൊടുക്കാനായാലും എന്തോ ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. അതുമാത്രമല്ല, നിങ്ങളൊരു മുതലാളിയാണെങ്കിൽ നിങ്ങളെ കാർ ഇരിക്കുന്ന ഡ്രൈവറുടെ കാര്യം നിങ്ങൾ നോക്കണം. കാരണം അവൻ ഫുഡ് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, അവിടെ കെയർ ചെയ്യണം. അപ്പോൾ ഈ ഡ്രൈവർമാരെ കെയർ ചെയ്യുക, ഡ്രൈവർമാരോട് സഹായിക്കുക. ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് നിങ്ങൾ എത്രത്തോളം ഒരാളെ സഹായിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് അത്ര ബെനിഫിറ്റ് ആയിരിക്കും, മനസ്സിലായി? ഇതാണ് കാര്യം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി ലൈഫിൽ ഇവരെല്ലാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലൈസ്, ഇവർക്ക് ഫാമിലി ലൈഫ് കൺട്രോൾ ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഫാമിലി ലൈഫിൽ ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനും ഒരുമിച്ച് സഹകരിപ്പിക്കാനും ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ട്. ഈ യാഹൂ ഇൻഫ്ലുവൻസ് ഉള്ളവർക്ക് ഒരു പ്രത്യേക കഴിവാണ് അവർക്കുള്ളത്, മനസ്സിലായില്ലേ? അതുമാത്രമല്ല, ഇപ്പോൾ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇവർക്കിപ്പോൾ എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ തന്നെ ഇവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഇപ്പോൾ ഇതാണ് കാര്യം. ഇപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ട് കൃത്യം യാഹൂ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. ചാത്തി നക്ഷത്രമാണ് പുള്ളി. എന്തോന്ന് വെച്ചിട്ടുണ്ട്, നെപ്പോളിയൻ ബോണപ്പാർട്ട്, എലോൺ മസ്ക്, ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ വിപ്ലവം ഉണ്ടാകുന്നത്, വിപ്ലവത്തിൽ എപ്പോഴും യാഹൂ ഇൻഫ്ലുവൻസ് ആണ്. അപ്പം അത് മാത്രമല്ല, നമ്മുടെ പുതുതലമുറ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യാഹൂ ഇൻഫ്ലുവൻസിലൂടെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാണ് യാഹൂ ഇൻഫ്ലുവൻസുമായി കണക്റ്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാണ് സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്. അപ്പോൾ യാഹൂവിൻ്റെ മെയിനായിട്ട് പറഞ്ഞാൽ സ്പീഡാണ്. യാഹൂവിൻ്റെ സ്പീഡാണ് മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. യാഹൂവിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കിൽ സ്പീഡും വരും. അപ്പോൾ ഈ സ്പീഡിലൂടെ പോകുന്ന ലോകമാണ് നമ്മളെ യാഹൂ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? സ്പീഡിൽ പോകുന്ന ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്, മനസ്സിലായില്ലേ? മീൻസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പോവേണ്ടത് കാലചക്രത്തിനനുസരിച്ച് പോവുക. കാലചക്രത്തിൻ്റെ ഇപ്പോഴത്തെ കാലചക്രത്തിൻ്റെ അധിപൻ കേതുവാണ്. കേതുവല്ല, രാഹു. അതുകൊണ്ടാണ് എലോൺ മസ്ക് ആയാലും APJ അബ്ദുൽ കലാം ആയാലും, APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മെസ്സേജിൽ പോയിട്ടൊരു മനസ്സിലായില്ലേ,
ഒരു മര്യാദയ്ക്ക് ഒരു ബസ് പോലും റോഡിൽ കൂടെ പോകില്ല. ആ സമയത്ത് AP ചതുക്കിൽ ചിന്തിക്കുകയാണ്, മെസ്സേജ് ഉണ്ടാക്കാൻ വേണ്ടി ചിന്തിക്കുകയാണ്. അപ്പോൾ ആരാണ് അബ്ദുൽ കലാം കാലചക്രത്തിന് മുകളിൽ ചിന്തിച്ചു, ട്രെൻഡിങ് വെച്ച് ചിന്തിച്ചു. ട്രെൻഡിങ് ഇനി പുതുതലമുറ, ഇനി ഫ്യൂച്ചറിൽ എന്താണ് വേണ്ടത്, ഫ്യൂച്ചറിൽ എന്താണ് ട്രെൻഡിങ് ആണ്, ഫ്യൂച്ചറിൽ എന്താണ് പോകുന്നത് എന്ന് ചിന്തിച്ചു, അതുമായി പ്രവർത്തിച്ചു. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആവാൻ നോക്കുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ ഇവർക്കിങ്ങനെ ഒരു സൈഡൊന്നുമില്ല. ഇവർ എല്ലാ പക്ഷത്തും നിൽക്കും, എല്ലാ സൈഡിലും നിൽക്കും അവർ. ഇപ്പോൾ ആര് പറഞ്ഞ ഒപ്പീനിയനും കേൾക്കും. പക്ഷേ ഇവർക്കൊരു ഒപ്പീനിയനും ഇല്ല. ഇവരുടെ കാര്യം സെൽഫിഷാണ്. കുറേ കാര്യം സെൽഫിഷൊക്കെയാണ്. ഇതാണ് കാര്യം. ഇവരങ്ങും ഇങ്ങനെ നിൽക്കും. ഇതാണ് ഇവർ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇവർക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നുമില്ല. പിന്നെ ഇവരുടെ ലൈഫിൽ ഒരുപാട് കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരൊരു ബിസിനസ് തുടങ്ങും. ബിസിനസ് തുടങ്ങിയിട്ട് ഇവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ജോലി എങ്ങനെയായിരിക്കും? ഇവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി തന്നെ ഫോക്കസ് ചെയ്തില്ല ഇവർ 100 കൂട്ടം പണി ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ മൂർഖം കട തുടങ്ങുകയാണെങ്കിൽ ആ മൂർഖം കട തുടങ്ങിയ ഒരാൾ എന്തോന്ന് ചെയ്യും, അടുത്തൊരു വേറെ കാര്യം തുടങ്ങും. അങ്ങനെ ഒരു വാച്ച് കട തുടങ്ങും. അതേപോലെ പല ബിസിനസ് ഇവർ തുടങ്ങും. ലാസ്റ്റ് ഒന്നിലും ഇവർക്ക് എന്തോ ചെയ്യാൻ പറ്റും. എല്ലാ ബിസിനസ്സിലും പൊട്ടിപ്പൊളിഞ്ഞ് പോകും. ലാസ്റ്റ് പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നത് രാഹു നെഗറ്റീവാണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് അനുസരിച്ചിരിക്കും. മെർക്കുറിയുടെ ബലവും അതേപോലെ എല്ലാ സപ്പോർട്ടും ജൂപ്പിറ്ററിൻ്റെയൊക്കെ നോക്കിയിട്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എങ്കിലും പൊതുവെ ഇവരെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇവരൊരു ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇവർ സൂക്ഷിക്കണം. ഒരു ബിസിനസ്സിനെ നല്ല രീതിക്ക് കൊണ്ടുപോയി അതിനെ വളർത്തി വലിയൊരു സാമ്രാജ്യമാക്കുക. അല്ലാതെ പല ബിസിനസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ പല ജോലികൾ പല ബിസിനസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് പെട്ടുപോകും. ഇതാണ് കാര്യം. അതുപോലെയാണ് ഇവിടെ ചിന്ത എന്ന് പറഞ്ഞാൽ കാട് പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചുമ്മാ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ എവിടെയെങ്കിലും നിൽക്കുകയാണ്, ഇപ്പോൾ റോഡിൽ നിൽക്കുകയാണ്, 100 കൂട്ടം ചിന്തകൾ മൈൻഡിലോട്ട് വരും. 100 കൂട്ടം എന്ന് വെച്ചാൽ 1000 ചിന്തകൾ വരും. സാധാരണ ആളൊക്കെ ചിന്തിക്കുന്നതിനെക്കാട്ടി ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കാട് പോലെ വരും. ചിലപ്പോൾ ഇവിടുത്തെ നമ്മളൊരാൾ ഒരു കാര്യം പറയുമ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതും ഇവരുടെ പ്രത്യേകതയാണ്. രാഹു എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പ്രത്യേകതയാണ്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസുള്ള അടുത്ത് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര ഇത് ആവുന്നില്ല. അപ്പോൾ ഇവർക്ക് വിപ്ലവം ഉണ്ടാക്കുന്ന മേഖല, ഇപ്പോൾ പൊളിറ്റിക്സ് ആയാലും അതിൽ തന്നെ ഇപ്പം കമ്പ്യൂട്ടർ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കമ്പ്യൂട്ടർ കോഡിങ്, എത്തിക്കൽ ഹാക്കിങ്, അതേപോലത്തെ സൈബർ സെക്യൂരിറ്റി, ഇതൊക്കെ അവർക്ക് പറ്റുന്ന പരിപാടിയാണ്. ആ കോഡിങ് എന്ന് പറയുന്നത് അത് സീക്രട്ടായിട്ടുള്ള ലാംഗ്വേജാണ്. അപ്പോൾ ഇതെല്ലാം ഇവരെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണ്. കോഡിങ്, എത്തിക്കൽ ഹാക്കിങ്, അതേപോലെ ഈ പരിപാടികളെല്ലാം ഈ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളവർക്ക് പറ്റും. മനസ്സിലായില്ലേ? അതുപോലെ സ്കാമിങ്, ഇവർക്ക് നല്ലത്, ഇവരുടെ ബുദ്ധിക്ക് നല്ലതിനും കൊള്ളാം, മോശത്തിനും കൊള്ളാം. ഇവർക്ക് ചിലപ്പോൾ സ്കാമിങ് ചെയ്യാൻ നോക്കും, ആളെ പൈസ വെച്ച് പറ്റിക്കാൻ നോക്കും. പറ്റിക്കാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. നല്ല അടി ഇപ്പോൾ പ്രാങ്കൊക്കെ ചെയ്യുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഇവർക്കുണ്ട്. അപ്പം പറ്റിക്കുന്ന പരിപാടി. അപ്പോൾ ഇതാണ് കാര്യം. ഒരാളത്ത് ഇങ്ങനെ സംസാരിച്ച് പൈസ വാങ്ങിക്കാനുള്ള പരിപാടി, അതെല്ലാം ഭയങ്കര ബ്രില്യൻ്റാണ് ഇവരതൊക്കെ. ഇപ്പോൾ ഇതേ ബ്രില്യൻ്റ് കരിയറിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇവർക്ക് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. ഇതാണ് രാഹുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 നക്ഷത്രക്കാർ വിദ്യാഭ്യാസം, ഡ്രൈവിങ് പണി, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു സാധനം വേറെ അടുത്ത് കൊണ്ട് കൊടുക്കാനോ ഏൽപ്പിക്കാനോ, ഇതൊക്കെ ഇവർക്ക് നല്ല പറ്റുന്ന. ട്രാൻസ്പോർട്ടേഷൻ ഓടിക്കൊണ്ടിരിക്കുക, അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നതും ഇവർക്ക് നല്ലതായിരിക്കും. ലൈഫിൽ ലിഫ്റ്റ് കൊടുക്കുന്ന നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇപ്പോൾ ഈ 3 നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് അപ്പോൾ ഈ 3 നക്ഷത്രക്കാരിലും ചിലവർക്കൊക്കെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് കാണാൻ പറ്റും. പിന്നെ ഇവർക്ക് വേറൊരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരെന്ത് പറഞ്ഞ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഇപ്പോൾ ഭൂമി പരന്നയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കാക്ക മലന്നാണ് പറക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. വേറെ ചോദ്യം ഉത്തരവൊന്നുമില്ല. ശരി, കാക്ക മലന്നാണ് പറക്കുന്നത്, നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഇവർക്ക് എല്ലാ കാര്യങ്ങളും. അവരെന്ത് പറയാതെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഇതാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ തലയാണ്, കേതു എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ വാലാണ്. ഇതാണ് കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് ആ 2 രാഹു കേതു എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിനി കേതുവിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇനി അതിനു മുമ്പ് എനിക്ക് മൂണിനെ പറ്റി പറയാനുണ്ട്, മെർക്കുറിയെ പറ്റി പറയാനുണ്ട്, പിന്നെ ഈ ഇതിനൊക്കെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.